നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികകൾ പുറത്തിറക്കുകയാണല്ലോ. ഞങ്ങളും പ്രകടന പത്രിക പുറത്തിറക്കി. ഞങ്ങളെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യുമെന്ന് കൃത്യമായി എഴുതി. എന്താ ഇവർക്ക് എഴുതാൻ പറ്റാതിരുന്നത്? കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഒരു ഭാഗമില്ലാലോ, അങ്ങനെ ഒരു വാചകമില്ലാലോ. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഉദ്ധരിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നത്തെ പത്രസമ്മേളനം ഉണ്ടായില്ലേ? എന്ത് വാശിയോടെയാണ് പറഞ്ഞത്, വായിക്കാതെ പറയാണ്. ഈ പ്രകടന പത്രികയിൽ ഈ പറയുന്ന ഭാഗം പരാമർശിച്ചില്ല എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. പ്രകടന പത്രിക വായിക്കണ്ടേ? പ്രകടന പത്രിക വായിക്കാതെയാണ് ഈ പറഞ്ഞത്. പ്രകടന പത്രികയിൽ ഇത്രാമത്തെ പേജ്, ഇത്രാം ഖണ്ഡിക, ഇതൊന്നും വായിക്കാതെ പറയുകയാണ്. അതിലിത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അത് ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുത്ത പത്രം മലയാള മനോരമയാണ്. ഫ്രണ്ട് പേജിൽ ബാനർ ഹെഡിങ്ങിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാർത്തയായി കൊടുക്കും. അപ്പോൾ പറഞ്ഞയാളെന്തോ അബദ്ധം ചെയ്തു എന്ന പ്രതീതിയാണ് പൊതുവിലുണ്ടാക്കിയത്. അന്ന് ഞാൻ ഒരിടത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ പത്രവും ആ പ്രകടന പത്രികയുടെ കോപ്പിയും കൊണ്ടുപോയി. എന്നിട്ട് നിങ്ങളെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഈ പ്രകടന പത്രിക കാണിച്ചു. ഇതാണ് പ്രകടന പത്രിക, ഈ പറഞ്ഞ പേജ് ഇതാണ്, ആ പേജ് എടുത്തു. പിന്നെ പരാമർശിച്ച ഖണ്ഡിക, ആ ഖണ്ഡിക കാണിക്കുക മാത്രമല്ല അത് അപ്പടി വായിച്ചു. അതിലെവിടെയെങ്കിലും ഒരു വാക്കുണ്ടോ ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ? എത്ര വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുണ്ടോ? അതിന് വലിയ പ്രചരണം കൊടുത്ത് അതിന് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനല്ലേ നോക്കിയത്? എന്താ നിങ്ങൾ അത് പ്രകടന പത്രികയിൽ പറയാതിരുന്നത്? ആ പറയാതിരുന്നത് ആരെയാണ് സൂചിപ്പിക്കുക? ആരുടെ മനസ്സിലാണ് കുളിർമ പകരുക? സംഘപരിവാർ മനസ്സിനല്ലേ? ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഏകദേശം അംഗീകരിക്കപ്പെട്ടല്ലോ. നിങ്ങളെ കൂട്ടത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രമാണല്ലോ അത് പുറത്തു കൊണ്ടുവന്നത്. അവർ ഈ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നിയോഗിച്ച സമിതിയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് കരടിൽ ഈ ഭാഗം ഉണ്ടായിരുന്നു എന്ന് വന്നല്ലോ. പിന്നെ അംഗീകരിക്കേണ്ട നേതാക്കളുടെ സമിതി അത് ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നും പുറത്തു വന്നല്ലോ. അത് ഭംഗിയന്തരേണ സമ്മതിക്കുന്ന കാര്യം ചിദംബരത്തിൻ്റെ ഭാഗത്തുണ്ടായല്ലോ. ചിദംബരമല്ലേ ആ കമ്മിറ്റിയുടെ നേതാവായിരുന്നയാൾ. ഇതിൻ്റെ ദൈർഘ്യം കൂടിപ്പോകുന്നതുകൊണ്ട് ഉൾപ്പെടുത്താതിരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഭംഗിയന്തരേണ സമ്മതിക്കുകയാണല്ലോ ചെയ്തത്. എന്താണ് കോൺഗ്രസ്സിന് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്നതിനെക്കുറിച്ചല്ലേ ഞങ്ങൾ പരാമർശിക്കുന്നത്. നിങ്ങൾ മതനിരപേക്ഷത കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആ മതനിരപേക്ഷതയുടെ ഭാഗമായി എതിർക്കേണ്ടതിനെ ശക്തമായി എതിർക്കണ്ടേ? മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കത്തെ എതിർക്കണ്ടേ? ഇത് RSSൻ്റെ ഒരജണ്ട നടപ്പാക്കുന്നതിനോട് സ്വീകരിച്ച സമീപനം. വേറൊരു അജണ്ടയുടെ കാര്യവും കൂടി ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞതുകൊണ്ട്. ഇങ്ങനെയാണ് വിമർശനം എന്ന് പറയാൻ. അത് ജമ്മു കാശ്മീരിൻ്റെ കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിച്ച നാൾ മുതൽ RSS പറയുന്ന കാര്യമാണ് ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണമെന്നുള്ളത്. അന്ന് തൊട്ടേ ഉണ്ട്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയണം. അത് ഒരു ദിവസം എടുത്തു കളയുന്നു. അങ്ങനെ എടുത്തു കളഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന് യാതൊരു നടപടിക്രമവും പാലിക്കാതെ ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ്. സാധാരണ പാർലമെൻ്ററി നടപടിക്രമമുണ്ട്, അതൊന്നും പാലിക്കാതെയാണ് വായിച്ചു. ഭരണഘടനയുടെ 370 റദ്ദ് ചെയ്യുന്നു. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു. ജമ്മു കാശ്മീരിനെ തന്നെ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. എത്ര കടുത്ത പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു. ആ തോതിൽ പ്രതിഷേധം കോൺഗ്രസിൽ നിന്നുണ്ടായോ? എന്താണ് കോൺഗ്രസ്സിന് സംഭവിക്കുന്നത്? പാർലമെൻറ്റിനകത്തും പുറത്തും ആ തരത്തിൽ പ്രതിഷേധം ഉയർന്നില്ലാലോ. കോൺഗ്രസിൻ്റെ രാജ്യസഭയിലെ ചീഫ് വിപ്പ് ഈ നടപടിയിൽ ആവേശഭരിതനായി. അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി. BJP അദ്ദേഹത്തിന് വീണ്ടും രാജ്യസഭാംഗത്വം നൽകി രാജ്യസഭയിലേക്ക് തിരിച്ചയച്ചു.
എത്ര സംഘപരിവാർ മനസ്സുകാർ ഇതുപോലത്തെ ആൾക്കാർ കോൺഗ്രസിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ അവരിൽ ചിലർ രഹസ്യമായി BJP ആ ഘട്ടത്തിൽ അഭിനന്ദിച്ചു എന്ന് വാർത്തകൾ വന്നത്. ഇതെല്ലാലോ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ നടപടിയെ ശക്തമായി എതിർക്കാത്ത കോൺഗ്രസിൻ്റെ സമീപനം ആർക്കാണ് സഹായകരം? RSS അജണ്ട നടപ്പാക്കാൻ പുറപ്പെട്ട BJPക്കും RSS അജണ്ടക്കുമല്ലേ സഹായം? ഇതാണോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്? അതിനെയല്ലേ ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ സമീപനം തിരുത്തണം? അതല്ലേ ഞങ്ങൾ പറയുന്നത്, അതല്ലേ കാണേണ്ടത്. ഇനിയും ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് നീട്ടാം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ളത് കാണണം.